നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ആകാംക്ഷാപൂർവമുള്ള ആവേശപൂർണമായ കാത്തിരിപ്പിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ അപ്രവചനീയമായ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു പിടിയും തരാത്ത പല മണ്ഡലങ്ങളിലെയും സാധ്യതകളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടന്നുപോയി. ഇന്ന് നമ്മൾ പുതിയൊരു മണ്ഡലം പരിശോധിക്കുകയാണ്. സാജു, ഏത് മണ്ഡലത്തിലേക്കാണ് ഇന്ന് നമ്മളൊരു മലയോര പട്ടണത്തിലേക്കാണ്. അത് കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും 35 കിലോമീറ്റർ മാത്രം പോയാൽ എത്തിച്ചേരും. ഇത്തിരി കാരണം പക്ഷെ എന്തും സംഭവിക്കാവുന്ന മണ്ഡലമാണ്. ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്താണുള്ളത്. നമുക്കവിടെ പോയാൽ നല്ല കാഴ്ചകൾ കാണാം. തുഷാരഗിരിയും അതുപോലെ അരിപ്പാറ വെള്ളച്ചാട്ടവും ഒക്കെ കാണാം. ഇപ്പം പോയാൽ നല്ല ചൂടും കാണാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് തിരുവമ്പാടിയിലേക്ക് നേരെ വിട്ടേക്കാം. അപ്പോൾ തിരുവമ്പാടിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു പക്ഷേ മുമ്പ് UDFന്റെ കോൺഗ്രസിന്റെ ലീഗിന്റെ കോട്ടയായിരുന്നു. പക്ഷേ 2000-ന് ശേഷം കോട്ടയെല്ലാം പൊളിഞ്ഞ് വലത്തോട്ടും ഇടത്തോട്ടും ചെരിയാവുന്ന ഒരു പ്രകൃതത്തിലേക്ക് സ്വഭാവത്തിലേക്ക് വന്ന തിരുവമ്പാടിയുടെ മണ്ഡല ചിത്രം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. ആദ്യം അതിന്റെ ഒരു ജനറൽ പിക്ചർ വേഗത്തിലൊന്ന് കണ്ടുവരാം. തിരുവമ്പാടി കോഴിക്കോട് ജില്ലയിലെ മലയോര മണ്ഡലം. 6 പഞ്ചായത്തുകളും ഒരു നഗരസഭയും അടങ്ങിയ നിയമസഭാ സീറ്റ്. വോട്ടർമാരിലധികവും കുടിയേറ്റ കർഷകർ. രൂപീകരിക്കപ്പെട്ട 1977 മുതൽ 82 വരെ കോൺഗ്രസ് നേതാവ് P. സിറിയക് ജോണിന്റെ തട്ടകം. 90-കൾ മുതൽ മുസ്ലിം ലീഗിന്റെ തേരോട്ടം. 2 വട്ടം AV അബ്ദുറഹ്മാൻ ഹാജിയും പിന്നീട് C. മോയിൻകുട്ടിയും തിരുവമ്പാടിയുടെ നായകരായി. 2006-ൽ മത്തായി ചാക്കോയിലൂടെ CPM മണ്ഡലം പിടിച്ചെടുത്തു. ഒറ്റ വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ മത്തായി ചാക്കോയുടെ അപ്രതീക്ഷിത വിയോഗം. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ജോർജ് M. തോമസിലൂടെ CPM തന്നെ സീറ്റ് നിലനിർത്തി. 2011-ൽ C. മോയിൻകുട്ടിയിലൂടെ വീണ്ടും ലീഗ് സീറ്റ് തിരിച്ചുപിടിച്ചു. പക്ഷേ 2016-ൽ വീണ്ടും ജോർജ് M. തോമസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരൻ ലിൻഡോ ജോസഫിലൂടെ CPM തിരുവമ്പാടി നിലനിർത്തി. ചുരുക്കി പറഞ്ഞാൽ UDFന്റെ മലയോര കോട്ട പൊളിഞ്ഞു തുടങ്ങിയത് 2006 മുതൽ. പിന്നീട് വന്ന മണ്ഡല പുനർനിർണയം കുറെ കൂടി തിരുവമ്പാടി ഇടത്തോട്ട് ചരിച്ചെന്നും വിലയിരുത്തൽ. ഇനി 2026 LDFൽ ലിൻഡോ ജോസഫിനപ്പുറത്തേക്കൊരു പേര് ഈ സമയവും ഉയരുന്നില്ല. 28% വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ജയപരാജയം നിർണ്ണയിക്കുന്ന ഘടകമായതിനാൽ UDFൽ തിരുവമ്പാടിയെ ചൊല്ലി നടക്കുന്നത് ആഴത്തിലുള്ള പരിശോധനകളും ചർച്ചകളും. സീറ്റ് ലീഗിനായിരിക്കുമോ കോൺഗ്രസിനായിരിക്കുമോ അതോ ലീഗ് തന്നെ ഏറ്റെടുത്ത് സ്വതന്ത്ര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നതൊക്കെയാണ് പ്രധാന ചോദ്യങ്ങൾ. അപ്പോൾ അതാണ് തിരുവമ്പാടി ഒരു പൊതുചിത്രം. സാജു, എന്തുകൊണ്ടാണ് തിരുവമ്പാടി ഒരു ഹോട്ട് സീറ്റ് ആകുന്നത്? ഇപ്പോൾ സൈഫുദ്ദീൻ പറഞ്ഞു വെച്ചതൊക്കെ തന്നെയാണ്, നമ്മൾ ഈ സ്റ്റോറിയിൽ കേട്ടതൊക്കെ തന്നെയാണ്. തിരുവമ്പാടി രാഷ്ട്രീയത്തിൽ എല്ലാ കൊട്ടളങ്ങളും പൊളിയാനുള്ളതാണ്. അതുപോലെ ഒരു കാലത്ത് UDFന്റെ ഏറ്റവും ഉറപ്പുള്ള സീറ്റ് ഏതാന്ന് ചോദിച്ചാൽ കോഴിക്കോട് തിരുവമ്പാടിയായിരുന്നു. ആ തിരുവമ്പാടിയും പൊളിഞ്ഞതാണ് 2006-ന് ശേഷമുള്ള ചരിത്രം. അപ്പോൾ എങ്ങനെയും തിരിച്ചുപിടിക്കാനായിട്ടാണ് UDF ഇപ്പോൾ നടത്തുന്ന ശ്രമം. സ്വാഭാവികമായും ഇത് ഏറ്റവും ഹെവി ഫൈറ്റ് ആകുന്ന കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നായി മാറും തിരുവമ്പാടി. പ്രത്യേകിച്ച് ഇത് UDFൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും തീരുമാനമാവാത്ത മണ്ഡലം കൂടിയാണ് തിരുവമ്പാടി. അതൊക്കെ കൊണ്ട് തന്നെ തിരുവമ്പാടി വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തങ്ങൾക്ക് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറാൻ കഴിയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമീപകാലത്തായി ജയിച്ചു കയറാൻ തിരുവമ്പാടി അങ്ങ് വഴങ്ങിക്കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി അത് വഴക്കിയെടുക്കാൻ ആകുമോ UDFന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ്. അപ്പോൾ ഒരു തരത്തിലും വഴങ്ങാത്തൊരു പ്രകൃതം തിരുവമ്പാടിക്കുണ്ട്. അവിടെ ഒരു ഹോട്ട് സീറ്റായി തിരുവമ്പാടി മാറുന്നുണ്ട്. സ്വാഭാവികമായും അപ്രവചനീയത തന്നെയാണ് ഈ മണ്ഡലത്തിന്റെയും സ്വഭാവം. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ ഈ കണക്കുകളും സാധ്യതകളും സൂചനകളും പരിശോധിക്കുമ്പോൾ ആർക്കെങ്കിലും അനുകൂലമായി ചായുന്നുണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 5 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ എങ്ങോട്ടെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്ന ഒരു സാധ്യതയാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അങ്ങനെ